പിന്നെ നമ്മൾ അടുത്ത് പഠിക്കുന്നത് വേവ് ഇക്വേഷൻ പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് പ്രോബ്ലം, എ ടൈറ്റ്ലി സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് വിത്ത് ഫിക്സഡ് എൻഡ് പോയിന്റ്സ് h is equal to 0 and h is equal to L is initially in a position given by y equal to y0 sin cube pi h by L. If it is released from rest from this position, find the displacement y of xt in terms of Fourier coefficients of f of x. ഇവിടെ വേവ് ഇക്വേഷൻ എഴുതുക. ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ is equal to c square into ഡോ സ്ക്വയർ വൈ ബൈ ഡോ എച്ച് സ്ക്വയർ. ഈ നെക്സ്റ്റ് വൺ ബൗണ്ടറി കണ്ടീഷൻസ്, y of 0t equal to 0, y of lt is equal to 0, ഡോ വൈ ബൈ ഡോ ടി ഓഫ് h0 equal to 0, y of h0 equal to some function of h is equal to y0 sin cube pi h by L. ഈ വേവ് ഇക്വേഷൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് y of xt is equal to c1 cos ph plus c2 sin ph into c3 cos cpt plus c4 sin cpt. ഒരു ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് y of 0t equal to 0 ആണ്. ഈ ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 0 equal to c1 into c3 cos cpt plus c4 sin cpt. This implies c1 equal to 0. y of xt is equal to c2 sin ph into c3 cos cpt plus c4 sin cpt. ഈ നെക്സ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. y of lt is equal to 0. അപ്പോൾ 0 equal to c2 sin pl into c3 cos cpt plus c4 sin cpt. അപ്പോൾ c2 0 ആയാൽ ആ ഇക്വേഷൻ y of xt equal to 0 ആയി പോവും. ആ ഇക്വേഷനിൽ ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. c2 0 പാടില്ല. അപ്പോൾ അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് സൈൻ പി എൽ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ പി എൽ ഈക്വൽ ടു എൻ പൈ, പി ഈക്വൽ ടു എൻ പൈ ബൈ എൽ. അപ്പോൾ വൈ ഓഫ് എച്ച് ടി ഈസ് ഈക്വൽ ടു c2 സൈൻ എൻ പൈ എച്ച് ബൈ എൽ ഇൻറ്റു c3 കോസ് എൻ പൈ സി ടി ബൈ എൽ പ്ലസ് c4 സൈൻ എൻ പൈ സി ടി ബൈ എൽ. ഈ നെക്സ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ പറയുന്നത് ഡോ വൈ ബൈ ഡോ ടി ഓഫ് h0 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഈ ഇക്വേഷന് ഡോ വൈ ബൈ ഡോ ടി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ c2 സൈൻ എൻ പൈ എച്ച് ബൈ എൽ ഇൻറ്റു minus c3 n pi c by L sin n pi ct by L plus c4 n pi c by L cos n pi ct by L. അപ്പോൾ ഡോ വൈ ബൈ ഡോ ടി ഓഫ് h0 ഈക്വൽ ടു 0 കൊടുക്കുക. 0 ഈക്വൽ ടു c2 sin n pi h by L ഇൻറ്റു c4 n pi c by L. അപ്പോൾ 0 ഈക്വൽ ടു c2 c4 n pi c by L sin n pi h by L. അപ്പോൾ c2 0 പാടില്ല. അപ്പോൾ ആ ഇക്വേഷൻ ട്രിവിയൽ സൊല്യൂഷനായിട്ട് മാറും. പിന്നെ അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് c4 ഈക്വൽ ടു 0 ആണ്. y ഓഫ് എച്ച് ടി ഈസ് ഈക്വൽ ടു c2 സൈൻ എൻ പൈ എച്ച് ബൈ എൽ ഇൻറ്റു c3 കോസ് എൻ പൈ സി ടി ബൈ എൽ എന്ന് വരും. അപ്പോൾ y ഓഫ് എച്ച് ടി ഈസ് ഈക്വൽ ടു c2 c3 സൈൻ എൻ പൈ എച്ച് ബൈ എൽ കോസ് എൻ പൈ സി ടി ബൈ എൽ എന്ന് വരും. ആ c2 c3 എന്ന് പറയുന്നത് ബി എൻ ആണ്. അപ്പോൾ ബി എൻ ഇൻറ്റു സൈൻ എൻ പൈ എച്ച് ബൈ എൽ കോസ് എൻ പൈ സി ടി ബൈ എൽ എന്ന് വരും. ഈ കോൺസ്റ്റൻറ്റ് മാറുന്നതിനനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് സൊല്യൂഷൻസ് വരാം. അപ്പോൾ എല്ലാ സൊല്യൂഷൻ കൂടെ ഒരുമിച്ച് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് സിഗ്മ എന്ന് എഴുതാം. അപ്പോൾ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 1 to infinity ബി എൻ സൈൻ എൻ പൈ എച്ച് ബൈ എൽ കോസ് എൻ പൈ സി ടി ബൈ എൽ. ഈ ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. y ഓഫ് h0 ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ്. അപ്പോൾ y ഓഫ് h0 ഈക്വൽ ടു c2 c3 സൈൻ എൻ പൈ എച്ച് ബൈ എൽ. അപ്പോൾ c2 c3 എന്ന് പറയുന്നത് ബി എൻ ആണ്. അപ്പോൾ y ഓഫ് h0 ഈക്വൽ ടു ബി എൻ സൈൻ എൻ പൈ എച്ച് ബൈ എൽ. ഇനി y ഓഫ് h0 നമുക്ക് തന്നിട്ടുണ്ട്. സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 1 to infinity പി എൻ സൈൻ എൻ പൈ എച്ച് ബൈ എൽ എന്ന് വരും. y ഓഫ് h0 എന്താ തന്നിരിക്കുന്നത്? y0 സൈൻ ക്യൂബ് പൈ എച്ച് ബൈ എൽ. അപ്പോൾ y0 സൈൻ ക്യൂബ് പൈ എച്ച് ബൈ എൽ ഈക്വൽ ടു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 1 to infinity ബി എൻ സൈൻ എൻ പൈ എച്ച് ബൈ എൽ. അപ്പോൾ ഈ ഇക്വേഷൻസ് പറയുന്നത് നമുക്ക് ഫൊറിയർ കോഎഫിഷ്യൻസിൽ വേണം എഴുതാൻ. അതുകൊണ്ട് നമുക്കറിയാം സൈൻ 3 തീറ്റ എന്ന് പറയുന്നത് 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റയാണ്. ഇതിലത്തെ 4 സൈൻ ക്യൂബ് തീറ്റ എന്തായിരിക്കും? 3 സൈൻ തീറ്റ മൈനസ് സൈൻ 3 തീറ്റ. അപ്പോൾ സൈൻ ക്യൂബ് തീറ്റ എന്ന് പറയുന്നത് 3 സൈൻ തീറ്റ മൈനസ് സൈൻ 3 തീറ്റ ബൈ 4 ആണ്. അപ്പോൾ തീറ്റയ്ക്ക് പൈ എച്ച് ബൈ എൽ എന്ന് കൊടുത്താൽ മതി. y0 ബൈ 4 ഇൻറ്റു 3 സൈൻ പൈ എച്ച് ബൈ എൽ മൈനസ് സൈൻ 3 പൈ എച്ച് ബൈ എൽ ഈക്വൽ ടു b1 ഇൻറ്റു സൈൻ പൈ എച്ച് ബൈ എൽ പ്ലസ് b2 ഇൻറ്റു സൈൻ 2 പൈ എച്ച് ബൈ എൽ പ്ലസ് b3 ഇൻറ്റു സൈൻ 3 പൈ എച്ച് ബൈ എൽ പ്ലസ് എക്സെട്ര. ഇനി എൽ എച്ച് എസും ആർ എച്ച് എസും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ b1 b3 കോഎഫിഷ്യൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ കോഎഫിഷ്യൻസും 0 ആണ്. അപ്പോൾ b1 ഈക്വൽ ടു 3y0 ബൈ 4 ആൻഡ് b3 ഈക്വൽ ടു മൈനസ് y0 ബൈ 4. അപ്പോൾ y ഓഫ് എച്ച് ടി ഈസ് ഈക്വൽ ടു 3y0 ബൈ 4 സൈൻ പൈ എച്ച് ബൈ എൽ കോസ് പൈ സി ടി ബൈ എൽ മൈനസ് y0 ബൈ 4 ഇൻറ്റു സൈൻ 3 പൈ എച്ച് ബൈ എൽ കോസ് 3 പൈ സി ടി ബൈ എൽ.
അപ്പോൾ y0/4 കോമൺ ഫാക്ടറാണ്. 3 sin pi x by L cos pi ct by L minus sin 3 pi x by L cos 3 pi ct by L. Second question. A tightly stressed string of length L is fastened at both ends. Motion is started by displacing the string into the form kx into L minus x, from which it is released at time t equal to 0. Find the displacement at any point of the string at a distance x from one end at time t. അപ്പോൾ വേവ് ഇക്വേഷൻ ഏത് പ്രോബ്ലം കിട്ടിയാലും ആ ഇക്വേഷൻ എഴുതണം, പിന്നെ ബൗണ്ടറി കണ്ടീഷൻസ് എഴുതുക, പിന്നെ സൊല്യൂഷൻസ് എഴുതുക. ഇപ്പോൾ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എച്ച് സ്ക്വയർ. ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് y of 0t ഈക്വൽ ടു 0, y of lt ഈക്വൽ ടു 0, ഡോ വൈ ബൈ ഡോ ടി ഓഫ് h0 ഈക്വൽ ടു 0, y of h0 എന്ന് പറയുന്നത് സം ഫങ്ഷൻ ഓഫ് എക്സ് അത് തന്നിട്ടുണ്ട്, kx ഇൻറ്റു L മൈനസ് എക്സ്. ഇനി സൊല്യൂഷൻ എന്താണ്? y of ht ഈസ് ഈക്വൽ ടു c1 cos px പ്ലസ് c2 sin px ഇൻറ്റു c3 cos cpt പ്ലസ് c4 sin cpt. ഇനി എല്ലാ ബൗണ്ടറി കണ്ടീഷൻസും കൂടി അപ്ലൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന സൊല്യൂഷനാണ് ജനറൽ സൊല്യൂഷൻ. നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പക്ഷേ യൂണിവേഴ്സിറ്റി എക്സാമിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ എഴുതിക്കൊള്ളണം. അപ്പോൾ y of ht ഈസ് ഈക്വൽ ടു സിഗ്മ n ഈസ് ഈക്വൽ ടു 1 to infinity bn sin n pi x by L ഇൻറ്റു cos n pi ct by L. ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. y of h0 ഈക്വൽ ടു സിഗ്മ n ഈസ് ഈക്വൽ ടു 1 to infinity bn sin n pi x by L. ഇനി y of h0 എന്താ തന്നിരിക്കുന്നത്? kx ഇൻറ്റു L മൈനസ് എക്സ്. ഇപ്പോൾ kx ഇൻറ്റു L മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to infinity bn sin n pi x by L. ഇതൊരു ഫൊറിയർ ഹാഫ് റേഞ്ച് സൈൻ സീരീസ് ആണ്. ഇപ്പോൾ ഫൊറിയർ ഹാഫ് റേഞ്ച് സൈൻ സീരീസിൽ ബി എൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2/L ഇൻ്റഗ്രൽ 0 to L f of x sin n pi x by L ഇൻറ്റു ഡി എക്സ്. ഇപ്പോൾ 2/L ഇൻ്റഗ്രൽ 0 to L kx ഇൻറ്റു L മൈനസ് എക്സ് ഇൻറ്റു സൈൻ n pi x by L ഇൻറ്റു ഡി എക്സ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇപ്പോൾ 2k/L നമുക്ക് കോമൺ ഫാക്ടറായിട്ട് എടുക്കാം. ഇപ്പോൾ Lx മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് കോസ് n pi x by L ഡിവൈഡഡ് ബൈ n pi by L ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to L മൈനസ് ഇൻ്റഗ്രൽ 0 to L L മൈനസ് 2x ഇൻറ്റു മൈനസ് കോസ് n pi x by L ഡിവൈഡഡ് ബൈ n pi by L ഇൻറ്റു ഡി എക്സ്. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ 2k/L ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുത്താലും ലോവർ ലിമിറ്റ് കൊടുത്താലും ഫസ്റ്റ് ടേം 0 ആണ്. 0 പ്ലസ് L ബൈ n pi ഇൻറ്റു L മൈനസ് 2x ഇൻറ്റു സൈൻ n pi x by L ഡിവൈഡഡ് ബൈ n pi by L ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to L മൈനസ് ഇൻ്റഗ്രൽ 0 to L മൈനസ് 2 ഇൻറ്റു സൈൻ n pi x by L ഡിവൈഡഡ് ബൈ n pi by L ഇൻറ്റു ഡി എക്സ്. ഇപ്പോൾ 2k/L ഇൻറ്റു L ബൈ n pi ഇൻറ്റു 2L ബൈ n pi ഇൻറ്റു മൈനസ് കോസ് n pi x by L divided by n pi by L between the limit 0 to L. ഇപ്പോൾ 2k/L ഇൻറ്റു L ബൈ n pi ഇൻറ്റു മൈനസ് 2L സ്ക്വയർ ബൈ n സ്ക്വയർ പൈ സ്ക്വയർ കോസ് n pi എന്ന് പറയുന്നത് -1 ദ ഹോൾ റേസ് 10 ആണ് -1. ഇപ്പോൾ 2k/L ഇൻറ്റു മൈനസ് 2L ക്യൂബ് ഡിവൈഡഡ് ബൈ n ക്യൂബ് പൈ ക്യൂബ് ഇൻറ്റു -1 ദ ഹോൾ റേസ് 10 -1. അപ്പോൾ മൈനസ് 4kL square divided by n cube pi cube into -1 the whole raised to n minus 1 is equal to 4kL square by n cube pi cube into 1 minus -1 the whole raised to n. ഇനി വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ബി എൻ്റെ വാല്യൂ y of ht is equal to സിഗ്മ n is equal to 1 to infinity 4kL square by n cube pi cube into 1 minus -1 the whole raised to n sin n pi x by L cos n pi ct by L. This question. A tightly stressed string of length L has its ends fastened at x is equal to 0, x is equal to L. The midpoint of the string is then taken to height h and then released from rest in that position. Find the lateral displacement of a point of the string at time t from this instant of release. ആദ്യം ഫിഗർ വരയ്ക്കണം. അപ്പോൾ ഒയും എയും മാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലാണ്. അതിൻ്റെ ഇക്വേഷൻ എക്സ് ആക്സിസ് ആയതുകൊണ്ട് y 0 ആണ്. പി എൽ 0. ഇനി അതിൻ്റെ മിഡ് പോയിൻറ്റ് നമുക്ക് h എന്ന് തന്നിട്ടുണ്ട്. അതാണ് നടുക്കുന്നത്. നമ്മൾ ആ സ്ട്രിങ് കട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ h എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബി ഡാഷ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ലെറ്റ് ബി ദ മിഡ് പോയിൻറ്റ് ഓഫ് ദ സ്ട്രിങ് ഒ എ ഈക്വൽ ടു എൽ. ഇനിഷ്യലി ദി സ്ട്രിങ് ഈസ് ഹെൽഡ് ഇൻ ദ ഫോം ഒ ബി ഡാഷ് എ വേർ ബി ഡാഷ് എന്ന് പറയുന്നത് h ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേവ് ഇക്വേഷൻ എഴുതണം. പിന്നെ ആ ബൗണ്ടറി കണ്ടീഷൻ എഴുതുക. പിന്നെ സൊല്യൂഷൻ എഴുതുക. ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയറിൻ്റെ ഡോ സ്ക്വയർ വൈ ബൈ ഡോ എച്ച് സ്ക്വയർ. ബൗണ്ടറി കണ്ടീഷൻ ഏതൊക്കെയാണ്? y of 0t equal to 0, y of lt is equal to 0, ഡോ വൈ ബൈ ഡോ ടി ഓഫ് h0 equal to 0.
ഇനി വൈ ഓഫ് എച്ച് സീറോ എന്ന് പറയുന്ന സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, അത് തന്നിട്ടില്ല. അപ്പം ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് the midpoint of the string is then taken to h and then released from rest in that position. അപ്പോൾ അതിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ആണല്ലോ. അപ്പോൾ സ്ട്രിങ് ചെറുതായിട്ടൊന്ന് റിലീസ് ചെയ്യുമ്പോൾ ടൈം 0 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് രണ്ടായിട്ട് ഇത് ലൈനായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യും. ആ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഒ ബി ഡാഷ് എ. അപ്പോൾ നമുക്ക് ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ സ്ലോപ്പ് ഓഫ് ഒ ബി ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് ഫോർമുല അറിയാം. y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ h2 മൈനസ് x1. ഇപ്പോൾ h ഡിവൈഡഡ് ബൈ l/2 ആണ്, 2h/l എന്ന് വരും. ഇനി ഇക്വേഷൻ ഓഫ് ഒ ബി ഡാഷിൻ്റെ ഫോർമുല എന്താണ്? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1 ആണ്. അപ്പോൾ y മൈനസ് 0 ഇസ് ഈക്വൽ ടു 2h/l ഇൻറ്റു x മൈനസ് 0. അപ്പോൾ y ഈക്വൽ ടു 2hx/l എന്ന് വരും. അതുപോലെ സ്ലോപ്പ് ഓഫ് ബി ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യണം. മൈനസ് h/l മൈനസ് l/2 മൈനസ് h/l/2 ഇസ് ഈക്വൽ ടു മൈനസ് 2h/l. ഇക്വേഷൻ ഓഫ് ബി ഡാഷ് എന്താണ്? y മൈനസ് h ഇസ് ഈക്വൽ ടു മൈനസ് 2h/l ഇൻറ്റു x മൈനസ് l/2. അപ്പോൾ y മൈനസ് h ഇസ് ഈക്വൽ ടു മൈനസ് 2hx/l പ്ലസ് h. അപ്പോൾ y ഇസ് ഈക്വൽ ടു 2h മൈനസ് 2hx/l. അപ്പോൾ y ഈക്വൽ ടു 2h/l ഇൻറ്റു l മൈനസ് h. നമുക്ക് ഫോർത്ത് ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് കിട്ടി. y ഓഫ് h0 എന്ന് പറയുന്നത് 2hx/l ആണ്. അപ്പോൾ 0 ലെസ് ദാൻ ഓർ h ലെസ് ദാൻ ഓർ l/2 സിഗർ 2h/l ഇൻറ്റു l മൈനസ് h. അപ്പോൾ l/2 ലെസ് ദാൻ ഓർ h ലെസ് ദാൻ ഓർ l. ഇനി ആദ്യത്തെ 3 ബൗണ്ടറി കണ്ടീഷൻ കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ സൊല്യൂഷനിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ y ഓഫ് എച്ച് ടി എന്ന് പറയുന്നത് നമുക്കറിയാം c1 കോസ് പി എച്ച് പ്ലസ് c2 സൈൻ പി എച്ച് ഇൻറ്റു c3 കോസ് സി പി ടി പ്ലസ് c4 സൈൻ സി പി ടി ആണ്. അപ്പോൾ ആദ്യത്തെ 3 ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കിട്ടുന്ന ഫോർമുലയാണ് y ഓഫ് എച്ച് ടി ഇസ് ഈക്വൽ ടു സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to infinity bn സൈൻ n പൈ എച്ച് ബൈ എൽ കോസ് n പൈ സി ടി ബൈ എൽ. ഈ ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ y ഓഫ് എച്ച് സീറോ എന്ന് പറയുന്നത് സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to infinity bn സൈൻ n പൈ എച്ച് ബൈ എൽ എന്ന് വരും. ഇതൊരു ഫൊറിയർ ഹാഫ് റേഞ്ച് സൈൻ സീരീസ് ആണ്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 2/l ഇൻ്റഗ്രൽ 0 to l y ഓഫ് എച്ച് സീറോ സൈൻ n പൈ എച്ച് ബൈ എൽ. ഇപ്പോൾ ഇൻ്റഗ്രൽ 0 to l എന്ന് പറയുന്നത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. 0 to l/2 ഉണ്ട്, പിന്നെ l/2 to l ഉണ്ട്. ഇപ്പോൾ 2/l ഇൻറ്റു ഇൻ്റഗ്രൽ 0 to l 2hx/l ഇൻറ്റു സൈൻ n പൈ എച്ച് ബൈ എൽ ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ l/2 to l 2h/l ഇൻറ്റു l മൈനസ് ഇൻറ്റു സൈൻ ബൈ എൽ ഇൻറ്റു ഡി എക്സ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. 4h/l² ഇൻറ്റു h ഇൻറ്റു മൈനസ് കോസ് n പൈ എച്ച് ബൈ എൽ ഡിവൈഡഡ് ബൈ n പൈ ബൈ എൽ ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to l/2 മൈനസ് ഇൻ്റഗ്രൽ 0 to l/2 കോസ് n പൈ എച്ച് ബൈ എൽ ഇൻറ്റു n പൈ ബൈ എൽ ഇൻറ്റു ഡി എക്സ് പ്ലസ് l മൈനസ് h ഇൻറ്റു മൈനസ് കോസ് n പൈ എച്ച് ബൈ എൽ ഡിവൈഡഡ് ബൈ n പൈ ബൈ എൽ ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് l/2 to l മൈനസ് ഇൻ്റഗ്രൽ l/2 to l കോസ് n പൈ എച്ച് ബൈ എൽ ഡിവൈഡഡ് ബൈ n പൈ ബൈ എൽ ഇൻറ്റു ഡി എക്സ്. 4h/l² to minus l by n pi into l/2 into cos n pi by 2 minus 0 plus l by n pi into sin n pi h by l divided by n pi by l between the limits 0 to l/2 plus l by n pi into 0 plus l by 2 into cos n pi by 2 minus l by n pi into sin n pi h by l divided by n pi by l between the limits l/2 to l. 4h/l² into minus l² by 2n pi cos n pi by 2 plus l² by n² pi square into sin n pi by 2 plus l² by 2n pi cos n pi by 2 minus l² by n² pi square into 0 minus sin n pi by 2. 4h/l² into 2l² by n² pi square into sin n pi by 2. 8h/n² pi square into sin n pi by 2. n ഈവൻ ആണെങ്കിൽ bn ഈക്വൽ 0 എന്നായിരിക്കും കിട്ടുന്നത്. sin 90 എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ n ഓഡ് ആണെങ്കിൽ b1 ഈക്വൽ ടു 8h/pi², b3 എന്ന് പറയുന്നത് മൈനസ് 8h/3² എക്സെട്ര. y ഓഫ് എച്ച് ടി എന്ന് പറയുന്നത് 8h/pi² ഇൻറ്റു സൈൻ പൈ എച്ച് ബൈ എൽ കോസ് പൈ സി ടി ബൈ എൽ മൈനസ് 1/3² ഇൻറ്റു സൈൻ 3 പൈ എച്ച് ബൈ എൽ കോസ് 3 പൈ സി ടി ബൈ എൽ പ്ലസ് എക്സെട്ര.
The fourth problem ആണ് the points of trisection of a string are pulled aside through a distance a on opposite sides of the position of equilibrium and the string is released from rest. Derive an expression for the string at any subsequent time and show that the middle point of the string is always remains at rest. ഇവിടെ അതുപോലെ നമുക്ക് ആദ്യം സ്ട്രിങ് വരയ്ക്കുക. 0 to L എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒറിജിൻ 0 0 ആണ്. എയുടെ പോയിന്റ് L 0. ഇക്വേഷൻ വൈ ആക്സിസ് ആയതുകൊണ്ട് H 0 ആണ്. അപ്പം മിഡിൽ പോയിന്റ് എന്ന് പറയുന്നത് എ എന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ടായിട്ട് ഇത് സ്ട്രിങ്ങിനെ രണ്ട് സൈഡായിട്ട് വലിച്ചു കെട്ടണം. ട്രൈസെഷൻ ആണ്. അപ്പോൾ 3 ഈക്വൽ പാർട്സ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. ഇപ്പോൾ O മുതൽ B ഡാഷ് വരെ അവിടെ L/3 A ആണ്. അതുപോലെ B ഡാഷ് C ഡാഷ് അവിടെ എന്തായിരിക്കും 2L/3 - A ആണ്. അപ്പോൾ അടുത്ത് വരുന്നത് 3L/3 0 എന്ന് വരും. അതാണ് 3L/3 എന്ന് പറയുമ്പോൾ 3 അങ്ങ് ക്യാൻസൽ ചെയ്യും. അപ്പോൾ L 0 അതാണ് ആ പോയിൻറ്റ്സൊക്കെ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ സ്ട്രിങ് റിലീസ് ആകുമ്പോൾ നമുക്ക് ബ്രോക്കൺ ലൈനായിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ വീണ്ടും നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തല്ലോ, ആ ക്വസ്റ്റ്യന് സെയിം തന്നെയാണ്. Let B and C be the points of trisection of the string OA equal to L. Initially, this string is held in the form O B dash C dash A, where B dash equal to C dash equal to A. ഇപ്പോൾ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്നത് സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എച്ച് സ്ക്വയർ ആണ്. ഇപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ എന്തൊക്കെ തന്നിട്ടുണ്ട്? വൈ ഓഫ് 0t 0 ആണ്, വൈ ഓഫ് LT എന്ന് പറയുന്നത് 0 ആണ്, ഡോ വൈ ബൈ ഡോ ടി ഓഫ് H0 എന്ന് പറയുന്നത് 0 ആണ്. The remaining condition is that at t equal to 0, the string rests in the form of the broken line O B dash C dash A. ഇപ്പോൾ സ്ലോപ്പ് ഓഫ് OB dash equal to A/L/3. ഇപ്പോൾ 3A/L equation of OB dash is y minus 0 is equal to 3A/L into x. y is equal to 3AX/L. The slope of B dash C dash എന്താണ്? minus 2A/L/3 is equal to minus 6A/L. Equation of B dash C dash ആണെങ്കിൽ y minus A is equal to minus 6A/L into x minus L/3. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടിയ ആൻസറാണ് താഴെ എഴുതിയിരിക്കുന്നത്. y is equal to 3A/L into L minus 2x. The slope of C dash A എന്തായിരിക്കും? A divided by L minus 2L/3. ഇപ്പോൾ A/L/3 ആണ്. അപ്പോൾ 3A/L. ഇനി ഇക്വേഷൻ ഓഫ് സി ഡാഷ് എ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് y is equal to 3A/L into x minus L. ഇനി ഫോർത്ത് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് y of H0 equal to 3AX/L 0 less than or equal to x less than or equal to L/3. 3A/L into L minus 2x. L/3 less than or equal to x less than or equal to 2L/3. 3A/L into x minus L. ഇപ്പോൾ 2L/3 less than or equal to x less than or equal to L. ഇനി വേവ് ഇക്വേഷൻ സൊല്യൂഷൻ എന്ന് പറയുന്ന y of H t is equal to C1 cos Px plus C2 sin Px into C3 cos CPT plus C4 sin CPT. ഇപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y of H t എന്ന് പറയുന്നത് സിഗ്മ n is equal to 1 to infinity bn sin n pi x by L cos n pi ct by L. ഇനി ബൗണ്ടറി കണ്ടീഷൻ ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് y of H0 equal to സിഗ്മ n is equal to 1 to infinity bn sin n pi x by L. ഇപ്പോൾ bn equal to 2/L integral 0 to L y of H0 sin n pi x by L into dx. അപ്പോൾ 3 ഈക്വൽ പാർട്സ് സ്പ്ലിറ്റ് ചെയ്യും. 0 to L/3, L/3 to 2L/3, പിന്നെ 2L/3 to L. ഇപ്പോൾ 2/L into integral 0 to L/3 3h by L sin n pi x by L into dx plus integral L/3 to 2L/3 3A/L into L minus 2x into sin n pi x by L into dx plus integral 2L/3 to L 3A/L into x minus L sin n pi x by L into dx. ഇപ്പോൾ 6A/L square into x into minus cos n pi x by L divided by n pi by L between the limits 0 to L/3 minus integral 0 to L/3 minus cos n pi x by L divided by n pi by L into dx plus L minus 2x into minus cos n pi x by L divided by n pi by L between the limits L/3 to 2L/3 minus integral L/3 to 2L/3 minus 2 into minus cos n pi x by L divided by n pi by L into dx plus x minus L into minus cos n pi x by L divided by n pi by L between the limits 2L/3 to L minus integral 2L/3 to L minus cos n pi x by L divided by n pi by L into dx plus 6A/L square into minus L by n pi into L/3 into cos n pi by 3 plus L by n pi into sin n pi x by L divided by n pi by L between the limits 0 to L/3. അപ്പോൾ minus L by n pi into minus L/3 into cos 2n pi by 3
plus L by n pi into L by 3 into cos n pi by 3 minus 2L by n pi into sin n pi x by L divided by n pi by L into L by 3 to 2L by 3 plus L by n pi into minus L by 3 into cos 2n pi by 3 plus L by n pi into sin n pi x by L divided by n pi by L between the limits 2L by 3 to L plus 6a by L square into minus L square by 3n pi cos n pi by 3 plus L square by n square pi square sin n pi by 3 plus L square by 3n pi cos 2n pi by 3 plus L square by 3n pi cos n pi by 3 minus 2L square by n square pi square sin 2n pi by 3 plus 2L square by n square pi square sin n pi by 3 minus L square by 3n pi cos 2n pi by 3 plus L square by n square pi square sin n pi minus L square by n square pi square sin 2n pi by 3. So 6a by L square into 3L square by n square pi square sin n pi by 3 minus 3L square by n square pi square sin 2n pi by 3. So 6a by L square into 3L square by n square pi square to sin n pi by 3 minus sin 2n pi by 3 നമുക്ക് ഇങ്ങനെ എഴുതാം n pi minus n pi by 3. സൈൻ എ മൈനസ് ബി ആണ്. സൈൻ എ മൈനസ് ബി എന്ന് പറയുന്നത് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആണ്. ഇപ്പോൾ 18a ഡിവൈഡഡ് ബൈ n സ്ക്വയർ പൈ സ്ക്വയർ സൈൻ n pi by 3 മൈനസ് സൈൻ n pi കോസ് n pi by 3 പ്ലസ് കോസ് n pi സൈൻ n pi by 3. ഇപ്പോൾ 18a by n സ്ക്വയർ പൈ സ്ക്വയർ സൈൻ n pi by 3 ഇൻറ്റു 1 പ്ലസ് മൈനസ് 1 ദ ഹോൾ റേസ് ടു n. കോസ് n pi എന്ന് പറയുന്നത് മൈനസ് 1 ദ ഹോൾ റേസ് ടു n ആണ്. സൈൻ n pi എന്ന് പറയുന്നത് 0 ആണ്. ഇപ്പോൾ ബി എൻ ഈക്വൽ ടു 0 വെൻ n ഈസ് ഓഡ്. ബി എൻ ഈക്വൽ ടു 36a by n square pi square sin n pi by 3 when n is even. If y of xt is equal to sigma n is equal to 2 4 etc. up to infinity 36a by n square pi square sin n pi by 3 sin n pi x by L cos n pi ct by L. ഇപ്പോൾ എല്ലാ ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. പുട്ട് n is equal to 2m. ഇപ്പോൾ y of xt is equal to sigma m is equal to 1 to infinity 36a by 4n square pi square sin 2m pi by 3 sin 2m pi x by L cos 2m pi ct by L. Sigma m is equal to infinity 9a by m square pi square sin 2m pi by 3 sin 2m pi x by L cos 2m pi ct by L. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഷോ ദാറ്റ് ദ മിഡിൽ പോയിന്റ് ഓഫ് ദ സ്ട്രിങ് ഓൾവേസ് റിമെയിൻസ് അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ മിഡിൽ പോയിന്റ് ഓഫ് ദ സ്ട്രിങ് എന്ന് പറയുന്നത് ഇവിടെ 0 to L ആണ് നമ്മുടെ ലെന്ത്. അപ്പോൾ അതിന് മിഡിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ L/2 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എക്സിന് L/2 കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ നമുക്ക് 0 എന്നാണ് കിട്ടേണ്ടത്. വീണ്ടും ആൻസറിലോട്ട് വരികയാണ്. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു L/2. അപ്പോൾ y ഓഫ് L/2 t എന്ന് പറയുന്നത് നമുക്ക് 0 എന്ന് കിട്ടും. അതെന്തുകൊണ്ടാണ്? സൈൻ m pi എന്ന് പറയുന്നത് 0 ആയിരിക്കും ഫോർ ഓൾ ഇൻറ്റഗ്രൽ വാല്യൂസ് ഓഫ് m. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ സ്ട്രിംഗ് ഓഫ് ലെന്ത് L is initially at rest in equilibrium position and each of its points is given the velocity dou y by dou t of t equal to 0 v0 sin cube pi x by L 0 less than x less than L, determine the displacement y of xt. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ വേവ് ഇക്വേഷൻ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് y ഓഫ് 0t ഈക്വൽ ടു 0 ആണ്, y ഓഫ് LT ഈക്വൽ ടു 0 ആണ്, ഡോ വൈ ബൈ ഡോ ടി ഓഫ് h0 ഈക്വൽ ടു 0 ആണ്. y ഓഫ് h0 എന്ന് പറയുന്നത് സം ഫംഗ്ഷൻ ഓഫ് x തന്നാൽ, പക്ഷേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഡോ വൈ ബൈ ഡോ ടി ആണ് സം ഫംഗ്ഷൻ ഓഫ് x തന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന കേസിൽ y ഓഫ് h0 നമ്മൾ 0 ആയിട്ട് എടുക്കണം. വേവ് ഇക്വേഷൻ എഴുതി, അതുപോലെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് y ഓഫ് 0t ഈക്വൽ ടു 0, y ഓഫ് LT ഈക്വൽ ടു 0, y ഓഫ് h0 ഈക്വൽ ടു 0, ഡോ വൈ ബൈ ഡോ ടി ഓഫ് h0 ഈക്വൽ ടു v0 സൈൻ ക്യൂബ് പൈ എക്സ് ബൈ എൽ. ഇനി അതിൻ്റെ സൊല്യൂഷൻ എഴുതുക. y ഓഫ് xt ഈസ് ഈക്വൽ ടു c1 cos px പ്ലസ് c2 സൈൻ px ഇൻറ്റു c3 cos cpt പ്ലസ് c4 സൈൻ cpt. ഇനി ഓരോ ബൗണ്ടറി കണ്ടീഷനായിട്ട് അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. y ഓഫ് 0t ഈക്വൽ ടു 0. അപ്പോൾ 0 ഈക്വൽ ടു
C1 ഇൻറ്റു C3 കോസ് സി പി ടി പ്ലസ് C4 സൈൻ സി പി ടി. ദിസ് സിംപ്ലൈസ് എന്താണ്? C1 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ y ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു C2 സൈൻ പി എക്സ് ഇൻറ്റു C3 കോസ് സി പി ടി പ്ലസ് C4 സൈൻ സി പി ടി. ദി സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ y ഓഫ് എൽ ടി ഈക്വൽ ടു 0. അപ്പോൾ 0 ഈക്വൽ ടു C2 സൈൻ പി എൽ ഇൻറ്റു C3 കോസ് സി പി ടി പ്ലസ് C4 സൈൻ സി പി ടി. C2 0 പാടില്ല. എന്തുകൊണ്ടാണ്? ആ ഇക്വേഷൻ ട്രിവിയൽ സൊല്യൂഷനായിട്ട് മാറും. അപ്പോൾ അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് സൈൻ പി എൽ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ പി എൽ ഈക്വൽ ടു എൻ പൈ ആണ്. പി ഈക്വൽ ടു എൻ പൈ ബൈ എൽ ആണ്. ഇനി y ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് C2 സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഇൻറ്റു C3 കോസ് എൻ പൈ സി ടി ബൈ എൽ പ്ലസ് C4 സൈൻ എൻ പൈ സി ടി ബൈ എൽ. ഈ നെക്സ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് y ഓഫ് എച്ച് 0 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ 0 ഈക്വൽ ടു C2 C3 സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്ന് വരും. അപ്പോൾ C2 0 പാടില്ല. അപ്പോൾ അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് C3 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ y ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു C2 C4 സൈൻ എൻ പൈ എക്സ് ബൈ എൽ സൈൻ എൻ പൈ സി ടി ബൈ എൽ എന്ന് വരും. അപ്പോൾ C2 C4 നമ്മൾ ബി എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ ബി എൻ ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ സൈൻ എൻ പൈ സി ടി ബൈ എൽ. എല്ലാ ഈ കോൺസ്റ്റൻറ്റ് മാറുന്നതനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് സൊല്യൂഷൻ വരാം. അപ്പോൾ എല്ലാ സൊല്യൂഷൻ കൂടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സിഗ്മ എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ സിഗ്മ ഇൻഡസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ സൈൻ എൻ പൈ സി ടി ബൈ എൽ. ഈ ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷനാണ് ഡോ ബൈ ബൈ ഡോ ടി ഓഫ് എച്ച് 0 എന്ന് പറയുന്നത് സം ഫംഗ്ഷൻ ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ടി ഈക്വൽ ടു 0 ആണ്. അപ്പോൾ സിഗ്മ ഇൻഡസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ബി എൻ എൻ പൈ സി ബൈ എൽ സൈൻ എൻ പൈ എക്സ് ബൈ എൽ കോസ് എൻ പൈ സി ടി ബൈ എൽ. ഈ ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. V0 സൈൻ ക്യൂബ് പൈ എക്സ് ബൈ എൽ സീക്വൽ ടു സിഗ്മ ഇൻഡസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ബി എൻ പൈ സി ബൈ എൽ സൈൻ എൻ പൈ എക്സ് ബൈ എൽ. നേരത്തെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. സൈൻ 3 തീറ്റ എന്ന് പറയുന്നത് 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റയാണ്. അതിൽ നിന്നാണ് സൈൻ ക്യൂബ് തീറ്റ കിട്ടുന്നത്. അപ്പോൾ V0 ബൈ 4 ഇൻറ്റു 3 സൈൻ പൈ എക്സ് ബൈ എൽ മൈനസ് സൈൻ 3 പൈ എക്സ് ബൈ എൽ സീക്വൽ ടു B1 ഇൻറ്റു സി പൈ ബൈ എൽ സൈൻ പൈ എക്സ് ബൈ എൽ പ്ലസ് B2 2 സി പൈ ഡിവൈഡഡ് ബൈ എൽ സൈൻ 2 പൈ എക്സ് ബൈ എൽ പ്ലസ് B3 3 പൈ സി ബൈ എൽ സൈൻ 3 പൈ എക്സ് ബൈ എൽ പ്ലസ് എക്സെട്ര. ഈ ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഓഫ് ബോത്ത് സൈഡ്സ് വി ഗെറ്റ് 3V0 ബൈ 4 എന്ന് പറയുന്നത് B1 സി പൈ ബൈ എൽ ആണ്. മൈനസ് V0 ബൈ 4 എന്ന് പറയുന്നത് B3 3 പൈ സി ബൈ എൽ ആണ്. B1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 3L V0 ബൈ 4 സി പൈ. B3 എന്ന് പറയുന്നത് എന്താണ്? മൈനസ് എൽ V0 ബൈ 12 സി പൈ. അപ്പോൾ y ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു 3L V0 ബൈ 4 സി പൈ സൈൻ പൈ എക്സ് ബൈ എൽ സൈൻ പൈ സി ടി ബൈ എൽ മൈനസ് എൽ V0 ബൈ 12 സി പൈ സൈൻ 3 പൈ എക്സ് ബൈ എൽ സൈൻ 3 പൈ സി ടി ബൈ എൽ. ഇതിൽ നിന്ന് കോമൺ ഫാക്ടർ എടുക്കാം. എൽ V0 ബൈ 12 സി പൈ ഇൻറ്റു 9 സൈൻ പൈ എക്സ് ബൈ എൽ സൈൻ പൈ സി ടി ബൈ എൽ മൈനസ് സൈൻ 3 പൈ എക്സ് ബൈ എൽ സൈൻ 3 പൈ സി ടി ബൈ എൽ.